അഭിവന്യ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ കീവറിയസ്തുതിയൻ കാതോലിക്ക ബാവായുടെയും ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ഔഗേൻ ബാവായുടെയും മാത്യൂസ് പ്രഥമൻ ബാവായുടെയും പൗലോസുദിയൻ ബാവായുടെയും ഓർമ്മ പെരുന്നാൾ സംയുക്തമായി നാം ഇന്ന് ആചരിക്കുകയാണ്. എന്നാൽ മറ്റ് 3 പിതാക്കന്മാരുടെയും പെരുന്നാളുകൾ വ്യത്യസ്തമായ തീയതികൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും കീവറിയസ്തുതിയൻ കാതോലിക്ക ബാവായുടെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്. 1874 ജനിച്ച് 90 വർഷം ഈ ലോകത്ത് ജീവിച്ച് 1964 ദൈവസന്നിധിയിലേക്ക് യാത്രയായ പിതാവ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം കാതോലിക്ക ആയി ശുശ്രൂഷ അനുഷ്ഠിച്ചയാളാണ്. 1929 മുതൽ 1964 വരെ 35 വർഷക്കാലത്തോളം കാതോലിക്കായി ശുശ്രൂഷ അനുഷ്ഠിച്ചു. 1934 മുതൽ 64 വരെ മലങ്കര മെത്രാപ്പൊലീത്ത കൂടിയായി അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ സേവനവും സഭയ്ക്ക് ലഭിച്ചു. 1912 അബ്ദദ് മെസ്സിയ പാത്രിക്കീസ് ബാവായി നിന്ന് മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റ അദ്ദേഹം പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ശിഷ്യനെന്ന നിലയിൽ പ്രാർത്ഥനയിലും എല്ലാ തരത്തിലുള്ളതായ സഭാവിശ്വാസത്തിലും സഭയുടെ അനുഷ്ഠാനത്തിലും ജാഗരൂകനായി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവുമെല്ലാം അനേക പുസ്തകങ്ങളിൽ കൂടിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു കാലഘട്ടമാണ് 1912 മുതൽ 1958 വരെയുള്ള കാലം. പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനി അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ പറയുന്നുണ്ട്, സഭയുടെ കലുഷിതമായ അന്തരീക്ഷത്തിൻ്റെ സമാധാന തുറമുഖം കാണുവാൻ സാധിച്ച കപ്പിത്താനാണ് ബസേലിയോസ് ഗീവറിയസ്തുതിയൻ കാതോലിക്ക ബാവ എന്ന്. സമുദായ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി അലയടിച്ചപ്പോഴും അതിനെല്ലാം അതീതമായി നിലകൊണ്ട ഒരു വലിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് 3 വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഇൻ്റഗ്രിറ്റി അഥവാ ദാർഢ്യതയാണ്. സ്വഭാവ ദാർഢ്യത എന്ന് നമുക്ക് പറയാം. ആരാധനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പാതിരാത്രിയിലും സമയാസമയങ്ങളിൽ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനകളും വേദപുസ്തക വായനയുമെല്ലാം ഒരു മാറ്റവുമില്ലാതെ ഈ എല്ലാ പ്രയാസഘട്ടങ്ങളിലും അദ്ദേഹം നിർവഹിച്ചിരുന്നു എന്നുള്ളത് സഭയുടെ വിശ്വാസത്തോടുള്ളതായ അദ്ദേഹത്തിൻ്റെ
ദൃഢമായ ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് 1951 ഡിസംബറിൽ, അതുപോലെ തന്നെ 1956 ഡിസംബറിലും ഹൈക്കോടതിയിൽ നിന്ന് സഭയ്ക്ക് എതിരായുള്ള വിധികളുണ്ടായപ്പോൾ കൽക്കട്ടയിൽ നിന്ന് അദ്ദേഹം 51 അയച്ചതായ കത്തിൽ യാതൊരു കാരണവശാലും ജനങ്ങൾ ഭയപ്പെടരുത്, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്നത് സത്യം, ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ജനത്തെ സഭയുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ദാർഢ്യബോധം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയാണ് 56 വീണ്ടും ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. 51 തന്നെ ദേവലോകം അരമന വായിക്കുകയും ഇവിടെ അദ്ദേഹം പുതിയതായ നിർമ്മിതികളൊക്കെ നടത്തുകയും ചെയ്തു. 56 ഇത് താൽക്കാലികമാണ്, അധികം താമസിയാതെ നമ്മൾ തുറമുഖം കണ്ടെത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കിനൊരു വ്യത്യാസവുമില്ല. ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യം, അതുകൊണ്ടത് 58 തന്നെ അത് കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ വ്യക്തിത്വത്തിലെ ഒരു വലിയ വാക്കായിരുന്നു ദൃഢ സ്വഭാവമെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ശബ്ദവും അത്രമാത്രം ദാർഢ്യമുള്ളതായിരുന്നു. ഞാൻ അധികം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അല്ല, 1963 ഏലിയ കത്തീഡ്രലിൽ അദ്ദേഹം നടത്തിയ അവസാനത്തെ കാലുകഴുകൽ ശുശ്രൂഷയിൽ സംബന്ധിച്ചത് ഓർക്കുന്നുണ്ട്. അന്ന് ആരാധനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ മുഴുകൽ എന്തുമാത്രം ആത്മീയമായ മുഴുകി ചേർന്നാണ് ആരാധന നടത്തുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും ദൃഢമായ ആരാധനകളുടെ സൗഷ്ഠവും കാണുവാനും കേൾക്കുവാനും ഇടയായത് ഓർക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത സത്യത്തിലുള്ള ആഴമായ ബോധ്യം എന്നുള്ളതാണ്. വിശ്വാസം, സത്യത്തിലാണ് അദ്ദേഹത്തിന് വിശ്വാസം. എല്ലാ കാര്യങ്ങളിലും യാതൊരു കാരണവശാലും സത്യം വിട്ട് പ്രവർത്തിക്കാതിരിക്കുക. അതുകൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞത്, സത്യമാണ്, അത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഏത് സന്ദർഭങ്ങളിലും തന്നോടടുക്കുന്ന ആളുകളോട് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച്, സഭയുടെ വിശ്വാസത്തിൻ്റെ സത്യമായ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. പല ആളുകളോടുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ബഹുമാനപ്പെട്ട സാമുവേൽ ചന്ദ്രൻപിള്ളി സാറിൻ്റെ സഭാപിതാക്കന്മാരെന്നുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഓരോ സമയവും അദ്ദേഹത്തിന് ഓരോ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ടാകുമ്പോഴും അദ്ദേഹം അതിന് മറുപടി പറയുന്നത് സത്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മറുപടിയാണ്. ആരാധനയുടെ സത്യം, ചരിത്രത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ മനുഷ്യനുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അനേകം ആളുകളുമായിട്ടുള്ള പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയായും മറ്റ് പല ആളുകൾ, തൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, തൻ്റെ സെക്രട്ടറി ആയിരുന്ന നെടുമാവിൽ ജോർജ് അച്ഛന്, അതുപോലെ സെമിനാരി അധ്യാപകർ, ചേടയകുളത്തിൽ സ്കറിയാമൽപ്പാനച്ഛൻ, ഇങ്ങനെ ഓരോരുത്തരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അവിടെയുണ്ട്.
അതിലെല്ലാം ബോധ്യമാകുന്ന ഒരു കാര്യം, എപ്പോഴും പറയുന്നതായ കാര്യങ്ങൾ അത് ശരിയാണോ, അത് സത്യമായിരിക്കുന്നത് മാത്രം നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അടിസ്ഥാന തത്വമായിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ തന്നെ അദ്ദേഹത്തിന് നിലനിൽക്കുവാനും സത്യത്തിൽ വിജയിക്കുവാനും സാധിച്ചത് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടി താൻ നിലകൊണ്ടു, ആ നിലകൊണ്ടതിൻ്റെ ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം വളരെയധികം താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. മൂന്നാമതായിട്ട്, നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമാധാനത്തെക്കുറിച്ച് സഭയുടെ ഭാവി ദർശിച്ച ആളാണ്. 51-ലും 56-ലും പരാജയങ്ങളുണ്ടായെങ്കിലും അതിൽ നിരാശനാകാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിലും 58-ൽ പരിപൂർണമായ വിജയമുണ്ടായി. മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും തനിമയും ഈടുള്ളതായിട്ടും കുറവില്ലാത്തതായിട്ടും വിധിയുണ്ടായപ്പോൾ അതിൽ അദ്ദേഹം അഹങ്കരിച്ചില്ല. നേരെ മറിച്ച് കൂടുതൽ വിനയാന്വിതനാവുകയാണ് ചെയ്തത്. വിപരീതമായി കോടതിയിൽ പോയവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അവരുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതിനുവേണ്ടി നാം അവർ കോടതിയിൽ കെട്ടിവെക്കേണ്ടതായ പണമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അവർ വിധി അംഗീകരിച്ചു കൊണ്ടുവന്നാൽ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് 1958 സഭാസമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ അതിന് അദ്ദേഹം ഒരിക്കലും വഴിവിട്ട സമാധാനത്തിന് തയ്യാറായില്ല. സമാധാനം ഉണ്ടാകുമ്പോൾ അന്ന് യാക്കോബ് തൃതീയൻ പാത്രിക്കേസിൻ്റെ പ്രതിനിധിയായി ഇവിടെ ഉണ്ടായിരുന്ന മാർ യൂലിയോസുമായി സമാധാന ഉടമ്പടി കൈമാറുമ്പോൾ പരിപൂർണമായും യാക്കോബ് തൃതീയൻ ഇവിടെ പൂർണ്ണ അറിവോടെ ഇവിടെ പല പ്രാവശ്യം എഴുത്തുകൂത്തുകളൊക്കെ നടത്തി കൈമാറ്റം ചെയ്ത് അങ്ങനെയെല്ലാമാണ്. അതെല്ലാം ചെയ്ത് മാറുമ്പോഴും മലങ്കര സഭയുടെ സമാധാനത്തിന് വേണ്ടി യാക്കോബിനെയും പാത്രിക്കീസിനെയും അന്ത്യോക്യൻ പാത്രിക്കീസായിട്ട് അംഗീകരിക്കുന്നു. ഭരണഘടനയ്ക്ക് വിധേയമായി. കാരണം 34 ഭരണഘടനയിൽ അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ സ്ഥാനങ്ങൾ അഥവാ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിന് മലങ്കര സഭയുമായുള്ള ബന്ധമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നുവെന്ന് എഴുതി ചേർക്കുവാൻ അദ്ദേഹം ഒരിക്കലും വിമുഖത കാണിച്ചില്ല. അതിന് തയ്യാറായി. അത് അന്ന് അല്പമൊക്കെ പ്രയാസങ്ങൾ മറ്റുള്ളവർക്കുണ്ടായെങ്കിലും അതിലും അദ്ദേഹം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടാണ് അന്ന് സമാധാനമുണ്ടാകുന്നത്. മാത്രമല്ല, ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് 1995 വിധിക്കുന്നത്. ഭരണഘടന അനുസൃതമായി കാതോലിക്കായെ സ്വീകരിച്ചവർക്ക് പിന്നീട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുവാൻ സാധ്യമല്ല എന്ന് 95 വിധിയിലുണ്ടാകുന്നു. അത് 58 ക്രാന്തദർശിയായിരുന്ന അദ്ദേഹം ചെയ്ത ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മലങ്കര സഭയിൽ സമാധാനം ഉണ്ടായത്. വീണ്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി, വേർതിരിഞ്ഞു പോയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. 1961 അന്ത്യോക്യൻ മൂവ്മെൻ്റ് ഉണ്ടാകുകയൊക്കെ പോയി. എല്ലാവരും സഭയോട് ഒത്തുചേർന്ന് വന്നവരാണ്. എങ്കിലും അദ്ദേഹത്തിനൊരു അടിസ്ഥാന തത്വമുണ്ടായിരുന്നു. നീതിയുടെ അടിസ്ഥാനത്തിലുള്ള സമാധാനം, അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അന്നും ഇന്നും എന്നും
എല്ലാ സഭാസ്നേഹികളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന ഒന്നാണ്, എങ്ങനെയെങ്കിലും മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണം, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം. ഇന്നലെയും വന്നു രാഷ്ട്രീയക്കാർ ചിലരൊക്കെ എന്നെ കാണുക, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം. ഞാനവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുവാൻ തയ്യാറാണ്, കോടതി വിധി അംഗീകരിച്ചാൽ മതി. കോടതി വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകാം. കോടതി വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാവുകയുമില്ല. അതാണ് അടിസ്ഥാന തത്വം. ഞാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. 1958-ലും 95-ലും 2017-ലും വിധിച്ചിരിക്കുന്നത് മലങ്കര സഭയിലുള്ള 1662 പള്ളികൾ മളിമറ്റത്തിൻ്റെ റിപ്പോർട്ടിലുള്ളതായ ആ പള്ളികൾ മുഴുവനും 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിന് വിപരീതമായി എന്തെങ്കിലും ഞാൻ ചെയ്താൽ ഏതൊരു ഇന്ത്യൻ പൗരനും, കാരണം സുപ്രീം കോടതി വിധി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ഓർത്തഡോക്സുകാരോ യാക്കോബായക്കാരോ അല്ലെങ്കിൽ CSIയോ മാർത്തോമോ ആരും പോകണ്ട. ഇന്ത്യയിലുള്ള ഏത് പൗരനും നിയമലംഘനത്തിൻ്റെ പേരിൽ കോടതിയിൽ എനിക്കെതിരെ പരാതിപ്പെടാൻ സാധിക്കും. അഥവാ ആര് ചെയ്താലും അവർക്കെതിരെ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മറുപടിയൊന്നുമില്ല. എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവുക. അതുതന്നേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഗീവർഗീസ് ബാവ നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിച്ചു. അത് നിലവിൽ വന്നു. എന്ത് സമാധാനമാണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് വിപരീതമായി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അത് 58-ലും ഉണ്ടായി, 95-ലും ഉണ്ടായി, ഇനിയും ഉണ്ടാവും. അത് നമുക്ക് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിനെ നമുക്ക് എതിർത്ത് പറയാനൊക്കെയില്ല. എന്നാൽ സഭയെന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുന്നതിന് നമുക്ക് സന്തോഷമാണ്. ആദ്യം കോടതി വിധി അംഗീകരിക്കുക, അതിനുശേഷം എങ്ങനെയെങ്കിലും ആകാം. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ നമുക്കാകാം. അങ്ങനെയാണ് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണമെന്ന് യുവരിസ്ഥിതി അമ്മയോട് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകും. പക്ഷേ ആദ്യം കോടതി വിധി അനുസരിച്ച് 34 ഭരണഘടന അംഗീകരിക്കുക, അതിനുശേഷം എങ്ങനെയെങ്കിലും ആകാം. അത് വെറുതെ പറഞ്ഞതല്ല, അതിനുള്ളതായ നീക്കുപോക്കുകൾ, വിട്ടുവീഴ്ചകൾ ബാബാതിരുമേനി ചെയ്തു. ആ വിട്ടുവീഴ്ചകളൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെയുള്ള വിട്ടുവീഴ്ചകളോ ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാണ്. പക്ഷേ കോടതി വിധിയും 34 ഭരണഘടനയും അനുസരിക്കാതെ ഒരു വിട്ടുവീഴ്ചകളും ഉണ്ടാവില്ല. അതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് മാറാനായിട്ട് മലങ്കര സഭയ്ക്ക് പിതാക്കന്മാരുടെ വഴികളിൽ സാധിക്കുകയില്ല. അതിനാരെല്ലാം നിർബന്ധിച്ചാലും, അതിന് പേര് ഏതെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും, ഏതെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നാലും മലങ്കര സഭയുടെ മക്കൾ അതിന് തയ്യാറാണെന്നും അതിന് യാതൊരു കുറവുമില്ല. അതാണ് ഗീവർഗീസ് ബാവ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് അദ്ദേഹം മറ്റ് സഭകളോടോ മറ്റുള്ളവരോടോ ഒരു സ്നേഹക്കുറവുമില്ല. അദ്ദേഹത്തിന് 1937 മുതൽ എക്യുമെനിക്കൽ രംഗത്ത് വളരെയധികം പ്രവർത്തിച്ച ആളാണ്. അതുപോലെ മറ്റ് മതങ്ങൾ ഇവിടെയുള്ള SNDP NSSനോടെല്ലാം അദ്ദേഹത്തിന് സ്നേഹവും സഹോദര്യവും ഒക്കെ ഉണ്ട്. മന്നത്ത് പത്മനാഭൻ്റെ വളരെ സ്നേഹിതനായ. അതുപോലെ മറ്റ് സഭകൾ റോമൻ പോപ്പിനോടും മറ്റെല്ലാവരോടും ഒക്കെയുള്ള സഹകരണവും എല്ലാം ഉണ്ടായി. മറ്റ് സഭകളോടും വൈസിൻ്റെ സഭകളോടും എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും നീതിക്കധിഷ്ഠിതമായ സമാധാനത്തിൻ്റെ മാറ്റത്തിന് കാരണമാവുകയില്ല. അതാണ് മലങ്കര സഭയിൽ നിന്ന്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭ അതിൻ്റേതായ കാര്യങ്ങളിൽ അത് മുന്നോട്ട് പോകുന്നു. ഈ പ്രയാസങ്ങൾ സഭയ്ക്കുണ്ട് എന്നറിയാം. എന്നിരുന്നാലും സഭയ്ക്ക് അതിൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ മുന്നോട്ട് പോകാൻ എതിരിക്കാൻ ഒക്കുകയില്ല. അതൊരു വശത്തുണ്ടാവും. സഭയ്ക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സഭയ്ക്ക് ഒക്കുകയില്ല. ഇതിനാരെല്ലാം നിർബന്ധിച്ചാലും നടക്കുകയുമില്ല. അത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് കളഞ്ഞു കുളിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാവണം, സംശയമൊന്നുമില്ല. പിതാക്കന്മാരുടെ മാർഗത്തിൽ മാത്രമേ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ പിതാവിൻ്റെ മധ്യസ്ഥത ഈ സഭയുടെ ഭാവിക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചെടുക്കും.